മുതലമട സ്നേഹാശ്രമം സന്ദർശിച്ച ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. കോവിഡ് കാലത്ത് കഷ്ടത അനുഭവിക്കുന്നവർക്ക് സ്നേഹത്തോടൊപ്പം അന്നമൂട്ടിയ മുതലമട സ്നേഹാശ്രമത്തിൽ സന്ദർശനം നടത്താൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എത്തി. സ്നേഹം ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽദാസിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് ശ്രീധരൻപിള്ളയ്ക്ക് നൽകിയത്. ആശ്രമത്തിലെത്തി ദീപം തെളിയിച്ച ശേഷം ആശ്രമത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിലും അദ്ദേഹം സന്ദർശനം നടത്തി. സ്വാമി സുനിൽദാസിന്റെ അമ്മ ശ്രീധരൻപിള്ളയെ പൊന്നാടിയണിയിച്ച് ആദരിക്കുകയുണ്ടായി. മാർച്ച് 25 ആരംഭിച്ച ഭക്ഷണ വിതരണത്തിലൂടെ സ്നേഹം ട്രസ്റ്റ് ഏകദേശം 16,60,000 പേരുടെയാണ് വിശപ്പകറ്റിയത്. കോവിഡ് കാലത്ത് ട്രസ്റ്റിന്റെ ഭക്ഷണ വിതരണം അഭിനന്ദനാർഹമാണെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. ട്രസ്റ്റ് ഏറ്റെടുത്തു നടത്തുന്ന വാക്സിൻ ചലഞ്ചിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. യഥാർത്ഥത്തിൽ ഭാരതവർഷത്തെ കാലാതീതമായി മാനവരാശിക്ക് മുമ്പിൽ പിടിച്ചു നിർത്തുന്നത് ഇത്തരത്തിലുള്ള ഉദ്യമങ്ങളാണ്. ആ ഉദ്യമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സ്വജീവിതം സമർപ്പിച്ച സ്വാമിജിയോട് ഈ നാടിനു വേണ്ടി, ഭാരതവർഷത്തിനു വേണ്ടി, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്ക് നന്മ വരുത്താൻ വേണ്ടിയുള്ള മന്വന്തരങ്ങളിലൂടെ കടന്നു വന്ന ഒരു മഹാസംസ്കാരത്തിൻ്റെ ഗതിപ്രവാഹം, അതിൻ്റെ ആ ഗതിപ്രവാഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം, ആ പ്രയാണത്തിന് ശക്തി പകരുന്ന ഇത്തരം ശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഉദ്യമം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുകയും മാനവരാശിക്ക് അത് കൂടുതൽ പ്രചോദനവും വഴികാട്ടിയായും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും ഈ അവസരത്തിൽ പ്രദാനം ചെയ്യാനായി സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. സ്വാമി സുനിൽദാസിന്റെ പ്രത്യേക പോസ്റ്റൽ സ്റ്റാമ്പ് അദ്ദേഹം പ്രകാശനം ചെയ്തു. ഡിസ്കവറി ചാനലിന്റെ ആർത്തർ ബാസ്റ്റിംഗ് ലേലം ചെയ്തെടുത്ത വിജയനഗര സാമ്രാജ്യത്തിന്റെ ഗോൾഡൻ ഭഗവത്ഗീത സ്വാമി സുനിൽദാസിന് PS ശ്രീധരൻപിള്ള കൈമാറി. കർണാടക സംഗീതജ്ഞനായ K. ജയനും സ്നേഹാശ്രമത്തിലെത്തി. BJP ദേശീയ നേതാവ് N. ശിവരാജനും PS ശ്രീധരൻപിള്ളയ്ക്കൊപ്പമുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.